ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഐഫോൺ 12 പ്രോ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ ഇപ്പൊ നിങ്ങളെ കാണിക്കുന്നത് ഐഫോൺ SE പഴയ SEയുടെയും നമ്മുടെ ഐഫോൺ 12 പ്രോയുടെയും ബോക്സിന്റെ സൈസ് ഡിഫറൻസ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഏകദേശം നല്ല ഒരു ഹാഫ് സൈസ് മാത്രമേ ഇപ്പൊ നമ്മുടെ 12 പ്രോയുടെ ബോക്സിനുള്ളൂ. അപ്പൊ ഇത് നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ വളരെ ചെറിയൊരു ബോക്സ് ആയിട്ടായിരിക്കും കിട്ടുക. അപ്പൊ എന്തായാലും ഇനി നമുക്ക് ഇതിന്റെ അൺബോക്സിംഗ് തുടങ്ങാം. ഗൈസ്, അപ്പൊ നമ്മളിവിടെ ഐഫോൺ 12 പ്രോയുടെ പാസിഫിക് ബ്ലൂ വേർഷൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ 12 പ്രോയുടെ ബോക്സിന്റെ സൈസ് കുറയാനുള്ള മെയിൻ കാരണം സാധാരണ അതിൽ വരുന്ന ചാർജറും ഇയർപോഡും ഇപ്രാവശ്യം ഇല്ല. അതിന് പകരം അവര് ചാർജറിന്റെ കേബിള് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതൊരു USB-C ടൈപ്പ് ചാർജിങ് കേബിൾ ആണ്. 11 ഫാമിലിയിൽ നിന്ന് 12 ഫാമിലിയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല, ചാർജർ സെയിം തന്നെ മതി. അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഐഫോൺ യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ ഇപ്പൊ ഇരിക്കുന്ന ചാർജർ കളയരുത്. അതും ഇതിന് കോമ്പാറ്റബിൾ ആയിരിക്കണം. ഐഫോണിലൂടെ നമ്മൾ കുത്തുന്ന ആ പിന്നിന് വ്യത്യാസമൊന്നും ഇല്ല. അപ്പൊ ഗൈസ്, നിങ്ങൾ ഇവിടെ കാണുന്നത് ഐഫോൺ XSഉം 12 പ്രോയുമാണ്. അപ്പൊ ഇതില് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു വ്യത്യാസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XSല് നമുക്ക് ഗ്ലോസി ഫിനിഷ് ആണ്, നമ്മുടെ 12 പ്രോയില് മാറ്റ് ഫിനിഷ് ആണ്. അപ്പൊ നമ്മുടെ ഫിംഗർ പ്രിന്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പെട്ടെന്ന് അറിയത്തില്ല. അപ്പൊ നമ്മുടെ ക്ലീനിങ് ഫ്രീക്സിന് കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാം. ഇനി നമ്മുടെ സെക്കൻഡ് ഡിഫറൻസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കോർണേഴ്സ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ XSന്റെ കോർണേഴ്സ് വന്നിട്ട് നല്ല സ്മൂത്ത് ആണ്, റൗണ്ട് ആയിട്ടുള്ള എഡ്ജസ് ആണ്. വേറെ നമ്മുടെ 12 പ്രോയ്ക്ക് കുറച്ചുകൂടെ ഫ്ലാറ്റ് എഡ്ജ് ആണ്. പിന്നെ നമ്മുടെ XSല് ഉള്ളത് ഗ്ലോസി ഫിനിഷ് ആണ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഫിംഗർ പ്രിന്റ്സ്, ഓയിൽ മാർക്സ് അങ്ങനെ ഉള്ളതെല്ലാം ഇതിൽ പെട്ടെന്ന് അറിയാൻ പറ്റും. അതേപക്ഷെ നമ്മുടെ മാറ്റ് ഫിനിഷിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്റെ ഫിംഗർ പ്രിന്റോ അങ്ങനെ ഒന്നും കാണാൻ പറ്റില്ല. നമ്മുടെ 12 പ്രോയുടെ ക്യാമറ പാക്കേജിംഗ് വന്നിട്ട് 11 പ്രോ പോലെ തന്നെയാണ്. എക്സ്ട്രാ ആയിട്ട് നമുക്കൊരു ലൈഡർ അവര് ആഡ് ചെയ്തിട്ടുണ്ട്. ആപ്പിൾ ഈ ലൈഡർ ആഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഓഗ്മെന്റൽ റിയാലിറ്റി എക്സ്പീരിയൻസിന് വേണ്ടിയാണ്. അടുത്തതിനി നമുക്ക് ഇതിനെ ഒന്ന് ഓൺ ആക്കി ഹോം സ്ക്രീനിലോട്ട് പോവാം. ഹലോ പല ഭാഷയിൽ അവർ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് അതിന്റെ മറ്റ് സെറ്റപ്പിലേക്ക് പോവാം.